തീർത്ഥാടകർക്ക് ദർശന സായുജ്യമേകി സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് സമാപ്തി കുറിച്ച് നാളെ ഉച്ചയ്ക്ക് മണ്ഡലപൂജ നടക്കും. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനും സന്നിധാനത്ത് എത്തിയിരുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ ശരംകുത്തിയിൽ ദേവസ്വം പ്രതിനിധികൾ സ്വീകരിച്ചു. വാദ്യമേളങ്ങളുടെയും കർപ്പൂരാഴിയുടെയും അകമ്പടിയോടെ 18ാം പടി താണ്ടി തങ്കയങ്കി സന്നിധാനത്തെത്തി. മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കൊടിമരച്ചുവട്ടിൽ തങ്കയങ്കിയെ വരവേറ്റു. ശ്രീകോവിലിനുള്ളിൽ തങ്കയങ്കി അടങ്ങുന്ന പേടകം പ്രവേശിച്ചതോടെ പുണ്യദർശനത്തിനായുള്ള കാത്തിരിപ്പ്. 6:30 ശേഷം അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് ബോർഡ് അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി. ഉച്ചയ്ക്ക് തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ദീപാരാധനയ്ക്ക് ശേഷം നീക്കി. ബുധനാഴ്ച രാവിലെ മണ്ഡല പൂജാ ചടങ്ങുകൾ ആരംഭിക്കും. ഇതിനു മുന്നോടിയായി 9:30 വരെയാണ് നെയ്യഭിഷേകം നടക്കുക. മണ്ഡല പൂജയ്ക്ക് ശേഷം രാത്രി 10-ന് ഹരിവരാസനത്തോടെ നട അടയ്ക്കുമ്പോൾ ഒരു മണ്ഡലകാലത്തിന് കൂടിയാണ് പരിസമാപ്തി കുറിക്കുന്നത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.